ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തതും അല്ല ഉച്ചക്കത്തതും അല്ല വിശേഷങ്ങൾ, രാത്രി 8 മണിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പക്ഷേ വല്ലാത്ത മുഷിപ്പുള്ള ഒരു ദിവസമാണ് ഇന്ന്. വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മുഷിപ്പും മടുപ്പും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇതിലേക്ക് ഈ വീഡിയോ എടുക്കലും പിന്നെ ഇങ്ങനെയെല്ലാമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുഷിപ്പും ബോറടിയെല്ലാം മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ പെട്ടെന്ന് എടുക്കാൻ തുടങ്ങിയതാണ്. ഇത് കിച്ചണിലേക്ക് വന്നിട്ട് എനിക്ക് ഇക്കാക്ക് മാത്രം കുറച്ച് ചപ്പാത്തിയും കറിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പി കൂടി ഷെയർ ചെയ്യാലോ, കൂട്ടത്തിൽ എൻ്റെ ബോറടി മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോളിഫ്ലവറെല്ലാം നല്ലോണം കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, തിളച്ച വെള്ളത്തിലൊന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് സമയം ഇട്ട് വെച്ചാലും മതി. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി, കൊത്തി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് സമയം അധികം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞതേ ഉള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴണ്ട് വരുമ്പോൾ പിന്നെ ഉള്ളി നല്ലോണം നേർങ്ങനെ അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് കളറ് മാറി വന്നു കഴിഞ്ഞാൽ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ വാടി വന്നിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഒരു നുള്ളു മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ മാത്രമല്ല, നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് മസാലകളെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് എപ്പോഴും തീ നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാലേൻ്റെ ആ ടേസ്റ്റ് അങ്ങ് മാറും. നല്ല തീയിലിട്ടിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ എന്നിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നതിന് ശേഷം ഇതായിപ്പോൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വഴറ്റിയ മസാലപ്പൊടികളെല്ലാം വഴറ്റിയിട്ട് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കണം. പിന്നെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ മസാലേൻ്റെ ടേസ്റ്റും കളറും എല്ലാം മാറിപ്പോവും. അപ്പോൾ ഇതിന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് അതെല്ലാം ഒന്ന് വറ്റിയിട്ട് നല്ലോണം ഒന്ന് കുക്കായിക്കോളും. കറി റെഡി ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുന്നത്. കാരണം സാധാരണ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പാത്രങ്ങൾ അങ്ങനെ കഴുകാൻ നിൽക്കരുത്. ഫിഫി ആയാലും ചിഞ്ചു ആയാലും എല്ലാം ക്ലീനാക്കി വെക്കലാന്ന് പതിവ്. ഇപ്പം ഞാൻ തന്നെ ഈ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇത് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയൊരു മുഷിപ്പ് ഉണ്ടാവില്ല പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതായിപ്പോൾ കറി നല്ലോണം വറ്റി റെഡി ആയിട്ടുണ്ട്, നല്ല മണമുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി മാവ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മാവല്ല, ചോറ് അരച്ചിട്ട് അതിൽ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മാവാണ്. അപ്പം കുഴക്കുന്നതൊന്നും കാണിക്കാഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളതാണ്. ബാക്കി വന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇപ്പം കുറേയായി യൂട്യൂബിലെല്ലാം ഇങ്ങനെ പല ആൾക്കാരും വീഡിയോ ഇട്ടിട്ടുണ്ട് ചോറരച്ചിട്ടുള്ള ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള അവസ്ഥ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് വിചാരിച്ച്. അതിപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് കുഴച്ചിട്ടും പരത്തിറ്റും എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ ഞാൻ കുഴച്ച് വെച്ച മാവാണ്. നല്ലോണം ചുട്ടിട്ടെല്ലാം എടുക്കുകയെല്ലാം ചെയ്തതിന് ബാക്കി വന്നിട്ടുള്ള മാവാണിത്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് കുഴച്ചെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ കുഴച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് ബാക്കി വന്നതാണ്. എന്നിട്ടും ഇതിപ്പോൾ കയ്യിൽ തൊടുമ്പം ഇങ്ങനെ പറ്റിക്കൊണ്ടേയിരിക്കും. ചോറ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ അരച്ചിട്ട് അതിൽ എത്ര മൈദ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇതിങ്ങനെ പറ്റിക്കൊണ്ടേയിരിക്കും. മൈദ മിക്സ് ചോറ് അരക്കുന്നതെന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ മൈദ അത്രത്തോളം മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഈ പറ്റിപ്പ് അവസാനിക്കില്ല. ഇതിപ്പോൾ ഇന്നലെ റെഡിയാക്കിയിട്ട് വെച്ച മാവായിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കൈ രണ്ടും പറ്റി നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ച് എണ്ണയെല്ലാം കയ്യിൽ പുരട്ടിയിട്ടെല്ലാം കുഴച്ച് കഴിഞ്ഞാലല്ലേ ഇതന്നെ അവസ്ഥ. കുറേ സമയം ഇതിനോട് മെനക്കെട്ടിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീഡിയോയിലെല്ലാം കാണുന്ന സമയത്ത് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നമ്മൾ സാധാരണ ഉള്ള ഗോതമ്പ് മാവെല്ലാം കുഴച്ചെടുക്കുന്ന പോലെയെല്ലാം കാണാം. പക്ഷേങ്കിൽ അങ്ങനെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്.
പിന്നെ ഇത് കുഴച്ചെടുക്കാനും ഇതേപോലെ ഉണ്ട പിടിച്ച് വെക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് മാവ് പരത്തിയിട്ടും ചുട്ടിട്ടുള്ള ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഈ ചോറ് അരച്ചിട്ടുള്ള പിന്നെ മാവ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ എന്താ അവസ്ഥ എന്നുള്ളതും കൂടി കാണിച്ചു തരാം. അപ്പോൾ പരത്തിയെടുക്കാൻ പറയാമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. കുറേ പൊടി ഇങ്ങനെ തൂകിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളൂ. ഫസ്റ്റ് ഇങ്ങനെ ചെറിയൊരു വണ്ണത്തിലാകുന്ന വരെ ചെറിയൊരു പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ നല്ല വൃത്തിയിൽ പരത്താൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന വണ്ണത്തിൽ നല്ലോണം നൈസായിട്ട് ഇതിനെ പരത്തിയെടുക്കാനെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയില്ല. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇത് കുഴച്ചെടുക്കലാണ്. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ച് ഇത് പിന്നെ എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയാണ്. പക്ഷേ അല്ല, രണ്ടാമതും ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ ഈ മാവ് കുഴച്ചത് ഇന്നലെ. അന്നേരം ഇതേ ബുദ്ധിമുട്ട് തന്നെയാണുള്ളത്. അപ്പോൾ നല്ലോണം നേർങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മേലെ എണ്ണ തൂവി കൊടുത്തതിന് ശേഷം മൈദയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിതിനെ മടക്കിയെടുക്കുന്നത്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ആ സമയത്ത് കയ്യിൽ എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ വലുതായിട്ട് പറ്റുന്നൊന്നുമില്ല. പരത്തി കഴിഞ്ഞാലൊന്നും വലിങ്ങനെ കയ്യിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ല. അതെല്ലാം നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനുള്ള മാവെല്ലാം പിന്നെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മടക്കിയ പിന്നെ മാവ് പരത്തിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത് നല്ല കുറച്ച് കൂടുതൽ പൊടിയിടണം എന്നേ ഉള്ളൂ. പൊടിയിട്ടിട്ട് നല്ല വൃത്തിക്ക് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സാധാരണ നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പരത്തുന്നത് അതേപോലെ തന്നെ നല്ല വൃത്തിക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം നല്ല വണ്ണത്തിൽ തന്നെ ഞാൻ പരത്തിയിട്ടുണ്ട്. ഒട്ടും പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് ചുട്ടിട്ടുള്ള അവസ്ഥയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതിടാൻ. കാരണം അല്ലാണ്ട് പെട്ടെന്ന് ഇത് പിന്നെ കളറ് മാറിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മറിച്ചിട്ടുകൊണ്ട് ഇടാൽ മതി. ഇതാ നല്ലോണം ബോൾ പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇത് ഇന്നലത്തെ മാവായുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ഞാനിത് ചുടുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ശരിക്കും പൂരിയെല്ലാം പൊന്തി വരുന്ന പോലെ തന്നെ പൊന്തി വന്നിന്. ഇതിപ്പം ഫ്രിഡ്ജിൽ വെച്ചോണ്ട് എന്താണെന്നറിയില്ല, അത്രക്കങ്ങ് പൊന്തി വന്നിട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പിന്നെ പൂരിനെക്കാട്ടി വണ്ണത്തിൽ ഇത് പൊങ്ങി വന്നിട്ട് തന്നെയാണ് ചപ്പാത്തി റെഡിയാകുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിക്കുന്ന കാര്യം പറഞ്ഞാലോ അടിപൊളി ടേസ്റ്റാണ്. കുഴക്കുന്ന പിന്നെ ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി പരത്തുന്നതായാലും ചുടുന്നതായാലും ചുട്ടാലൊന്നും പൂതി മാറില്ല. കാരണം ഇതിങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ എല്ലാം നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ കഴിക്കാനും നല്ല ഏത് കറിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റിൽ പൊറോട്ടൻ്റെ എല്ലാം ഏകദേശം ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ മാവ് കുഴക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിൻ്റെ കാര്യം 100% അടിപൊളി തന്നെയാണ്. ഈ ചോറരച്ചിട്ട് മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ചപ്പാത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാമാണ്. ഏകദേശം എൻ്റെ ബോറടിയും മുഷിപ്പും എല്ലാം മാറിക്കിട്ടി. കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം ഞാനിപ്പോൾ കിച്ചണിൽ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്